അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. എൻ്റെ വീടിനടുത്ത് ഒരു മരണം നടന്നു. മയ്യത്ത് എടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോഴും മരണപ്പെട്ട ആളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന സഹോദരൻ അവിടെ എത്തിയിട്ടില്ല. മയ്യത്ത് മറവ് ചെയ്ത് തിരിക്കുമ്പോഴും തൻ്റെ സഹോദരനോടുള്ള അമർഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് ഓർത്തുപോയി. ഒരേ കോമ്പൗണ്ടിൽ 2 വീടുകൾ പണിത് താമസിക്കുന്ന 2 സഹോദരങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. അതിനിടയിൽ സഹോദരങ്ങൾ എന്തോ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം തെറ്റി. ആദ്യമൊക്കെ പിണക്കം സഹോദരങ്ങൾക്കിടയിൽ മാത്രമായിരുന്നു. പിന്നീട് ഇരു കൂട്ടരുടെയും മക്കൾക്കും ഭാര്യമാർക്കും ഇടയിൽ അകലങ്ങൾ സൃഷ്ടിച്ചു. മക്കൾക്കും ഭാര്യമാർക്കും ആ അകൽച്ച വളരെ പ്രയാസമായി. അതിനിടയിൽ ഇളയ സഹോദരൻ പെട്ടെന്ന് രോഗിയായി ഐസിയുവിലായി. ഇതറിഞ്ഞ ജ്യേഷ്ഠ സഹോദരൻ പിണക്കമെല്ലാം മറന്ന് ഭാര്യയെയും കൂട്ടി ആശുപത്രിയിലെത്തി. ഇളയ സഹോദരൻ്റെ ഭാര്യയും മക്കളും അവർ വന്നപ്പോൾ ഏറെ സന്തോഷിച്ചു. മരുന്ന് കുടിച്ച് വിശ്രമത്തിലായിരുന്ന ഭർത്താവിനോട് ജ്യേഷ്ഠ സഹോദരൻ വന്ന വിവരം അറിയിക്കാൻ ചെന്നപ്പോൾ അയാൾ ഉറങ്ങുന്നതായി കണ്ടു. മരുന്നിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്ന സഹോദരനെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനും ഭാര്യയും മുറിക്ക് പുറത്തിറങ്ങി. ഇതറിഞ്ഞ രോഗിയായ അനുജൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു, അവനെ കാണാനും അവനോട് സംസാരിക്കാനും താല്പര്യമില്ലാതിരുന്നതിനാൽ ഞാൻ കണ്ണടച്ച് ഉറക്കം അഭിനയിച്ച് കിടക്കുകയായിരുന്നു. സഹോദരങ്ങളെ, മേൽ വിവരിച്ച 2 സംഭവങ്ങളും പലപ്പോഴും നമുക്ക് തന്നെ ചിന്തിക്കാനും തിരുത്താനുമുള്ള 2 അനുഭവങ്ങളാണ്. സഹോദരങ്ങളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അവരുടെയൊക്കെ മക്കളോടും ബന്ധങ്ങൾ നിലനിർത്തി ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ സന്തോഷം ഉണ്ടാവുന്നത്. വിവാഹവേളകളിലും മരണസമയങ്ങളിലും മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ. 2 പെരുന്നാളുകളിലും ഇഫ്താർ സമയങ്ങളിലും ബന്ധുക്കൾക്ക് പരിഗണന നൽകാൻ നമുക്ക് കഴിയണം. രോഗം, ദാരിദ്ര്യം, പ്രയാസങ്ങൾ, സന്തോഷ നിമിഷങ്ങൾ എന്നീ സമയങ്ങളിൽ ബന്ധുക്കളുടെ വീടുകളിൽ ഓടിയെത്തി സമാശ്വാസം നൽകാനും സന്തോഷം പങ്കുവെക്കാനും നമുക്ക് കഴിയണം. കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് ഒരു സാമൂഹിക മര്യാദക്കപ്പുറം അള്ളാഹുവിൻ്റെ കൽപ്പന കൂടിയാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുവിൻ. ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ 2 നിന്നുമായി പെരുത്ത് സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് പരത്തുകയും ചെയ്തവനത്രേ അവൻ. ഏതൊരുവനെ സാക്ഷിയാക്കിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്, ആ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ. കുടുംബ ബന്ധങ്ങൾ തകരുന്നത് സൂക്ഷിക്കുവിൻ. അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിക്കുന്നുവെന്ന് കരുതിയിരിക്കുക. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന നബിവചനം ഏറെ പ്രചാരത്തിലുള്ളതാണ്. ഭൗതികമായ ഏതെങ്കിലും കാരണത്താൽ ബന്ധുക്കളോട് പിണങ്ങിക്കഴിയുന്ന പ്രവണത നമുക്കിടയിൽ ഏറി വരികയാണ്. സാമ്പത്തികമോ വ്യക്തിപരമോ ആയ കാരണങ്ങളാൽ ബന്ധുക്കളായ അയൽക്കാരും സഹോദരങ്ങളും കാലങ്ങളായി പിണങ്ങിക്കഴിയുന്നത് മൂലം പാരത്രിക ലോകത്ത് സ്വർഗം നഷ്ടമാകുന്നു. ഭൗതിക ലോകത്ത് തലമുറകൾ തമ്മിൽ വഴക്കിലും പൊരുത്തക്കേടിലും കഴിയേണ്ടി വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ഗുണങ്ങളിൽ എടുത്തു പറയപ്പെട്ട ഒരു ഗുണമാണ് കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആളായിരുന്നു എന്നത്. മക്കളും ഇണകളും സഹോദരങ്ങളും ബന്ധുക്കളും അടങ്ങിയ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയും കുടുംബത്തെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.